ധനുമാസത്തിലെ തിരുവാതിര ആ ദിവസങ്ങളിൽ നമ്മൾ ദശപുഷ്പം ചൂടാറുണ്ട്. ദശപുഷ്പത്തിലെ ഓരോ പുഷ്പങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഫലശ്രുതികളുണ്ട്. വിശ്വാസപ്രകാരം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കയ്യോന്നി ശിവനാണോ ദേവത, പഞ്ചപാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. മുക്കുറ്റി ദേവി പാർവതിയാണ് ദേവത. ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാൽ ഭർത്ത സൗഭാഗ്യവും പുത്രലാഭവും ലഭിക്കും. കൃഷ്ണകാന്തി മഹാവിഷ്ണുവാണ് ദേവൻ. കൃഷ്ണകാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കുമെന്ന് പറയുന്നത്. തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത. ദേവീപ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു. കർഗ ആദിത്യനാണ് ദേവൻ. കർഗ ചൂടിയാൽ ആദിയും വ്യാധിയും ഒഴിയുമെന്ന് പറയുന്നു. പൂവാങ്കുരുനില ബ്രഹ്മാവാണ് ദേവൻ. ദാരിദ്ര്യ ദുഃഖവും തീരാനാണ് പൂവാങ്കുരുനില ചൂടുന്നതെന്ന് പറയുന്നു. മുയൽ ചെവിയൻ കാമദേവൻ ആണ് ദേവത. മാംഗല്യസിദ്ധിക്കാണ് മുയൽ ചെവിയൻ ചൂടാറുള്ളത്. ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത. അഭീഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാണല്ലോ ഫലം. ചെറുള യമദേവനാണ് ദേവൻ. ആയുസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. നിലപ്പന ഭൂമിദേവിയാണ് ദേവത. സകല പാപങ്ങളും അകന്നു പോകുമെന്ന് വിശ്വാസം.